ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 53 റിവ്യൂ. ഇന്നും ബോട്ടിൽ ടാസ്ക് കുളമായി. ഇന്ന് ബോട്ടിൽ ടാസ്ക് റദ്ദാക്കുന്നതിൽ അനീഷ് ഒരു കാരണമായി. ആദില നൂറ അനീഷിന്റെ പുറകെ തന്നെ ടാർഗറ്റ് ചെയ്ത് ട്രിഗർ ചെയ്യുകയാണ്. മറ്റൊരാളുടെ അടുത്തും അവർ ഇങ്ങനെ ചെയ്യാറില്ല. ബിഗ് ബോസ് ഇന്നൊരു നിർദ്ദേശം വെച്ചു. ഗെയിം മുന്നോട്ട് പോകുന്നില്ല ചില കാരണങ്ങളാൽ. അതുകൊണ്ട് ക്വാളിറ്റി കൺട്രോളിൽ ഒരാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്ത് മാറ്റാം. ബിഗ് ബോസ് ഉദ്ദേശിച്ചത് അനുമോളെ തന്നെയാണ്. കാരണം അനുമോളിന്റെ ഓവർ സ്ട്രിക്റ്റ് കാരണം ഗെയിം മുന്നോട്ട് പോകുന്നില്ല. അതാണ് കാരണം. പക്ഷെ ബിഗ് ബോസിന് പണി കൊടുത്ത് മത്സരാർത്ഥികൾ ഏറ്റവും കൂടുതൽ വോട്ട് നേടി പുറത്തുപോയത് ജിഷിനാണ്. അനുമോൾ അവിടെ തന്നെ. കാരണം മുന്നോട്ട് പോകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ പേരും. അനുമോളുടെ കൂടെ പുതിയ ക്വാളിറ്റി ഓഫീസറായി സാബുമാനെയും തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസത്തെ ഫാക്ടറി ഉടമയായിട്ട് നെവിൻ മോശപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചതിനാൽ ബിഗ് ബോസ് തന്നെ നെവിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. ടാസ്കിന്റെ സമയത്ത് നെവിനെയും ജിഷിനെയും ജയിലിലടച്ചു. ഓറഞ്ച് ഫാക്ടറിയുടെ പുതിയ ഉടമയായിട്ട് എല്ലാവരും കൂടി ഷാനവാസിനെ തിരഞ്ഞെടുത്തു. മാംഗ്യോ ഫാക്ടറിയുടെ പുതിയതായിട്ട് രൂപപ്പെട്ടു വന്നു. അതിന്റെ ഓണറായിട്ട് എല്ലാവരും കൂടി തിരഞ്ഞെടുത്തത് ആര്യനെയാണ്. ഇന്നും കുപ്പിക്ക് വേണ്ടി അടിയുണ്ടായിരുന്നു. ഓണിയിലൊക്കെ കൂടി അക്ബറിനെ ബ്ലോക്ക് ചെയ്തതിനാൽ അക്ബറിന് കൂടുതൽ കുപ്പികൾ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. 5 രൂപ മൂല്യമുള്ള 5 വലിയ കുപ്പികളും 30 ചെറിയ കുപ്പികളുമാണ് ഇന്നുണ്ടായിരുന്നത്. കമ്പനികൾ ഓരോരുത്തരുമായിട്ട് കുപ്പികൾക്ക് വേണ്ടി ഡീലിംഗ് നടത്തുന്നുണ്ടായിരുന്നു. ഈ ഏറ്റവും കൂടുതൽ കുപ്പികൾ ഡീലിംഗ് വഴി നേടിയെടുത്തത് അനീഷായിരുന്നു. 15-16 കുപ്പികൾ. ഷാനവാസിന് 4ഉം ആര്യന് 4-5 കുപ്പികളും ഉണ്ടായിരുന്നു. ഒണിയിലും അക്ബറും ലക്ഷ്മിയും അഭിലാഷും ഒക്കെ അനീഷുമായിട്ടാണ് ഡീൽ നടത്തിയത്. ജിസൈൽ ആര്യനുമായിട്ടും ആദില നൂറയും ബിന്നിയും ഒക്കെ ഷാനവാസുമായിട്ടാണ് ഡീൽ നടത്തുക. അനീഷിനെ ചൊറിയാൻ വേണ്ടി തന്നെ ആദില അനീഷിന്റെ അടുത്ത് വരികയും അനീഷിനുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയും അനീഷിന്റെ മേശപ്പുറത്ത് കയറിയിരിക്കുകയും നൂറയാകട്ടെ അനീഷിന്റെ കുപ്പി താഴേക്ക് തട്ടിയിടുകയും ചെയ്തു. അനീഷ് അവരുടെ മേത്ത് വെള്ളം തളിച്ചു. ഇതിൽ പ്രകോപിതയായി ആദില ജ്യൂസ് ഉണ്ടാക്കുന്നതിനുള്ള വെള്ളം ഒഴിച്ചു കളയുന്നു. ആദിലയും നൂറയും അനീഷുമായിട്ട് വാക്ക് തർക്കങ്ങൾ. 3 കമ്പനികളും ജ്യൂസ് ഉണ്ടാക്കൽ ആരംഭിക്കുന്നു. ആദില ഉണ്ടാക്കി വെച്ച ജ്യൂസ് പാത്രത്തിൽ നിന്ന് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് ജയിലിൽ ഉള്ള ജിഷിനും നെവിനും കൊണ്ടേ കൊടുക്കുന്നു. ബിഗ് ബോസ് ആദിലയ്ക്ക് വാർണിംഗ് കൊടുക്കുന്നു. ഇതിനാരാണ് നിങ്ങൾക്ക് അനുവാദം തന്നതെന്ന് ചോദിക്കുന്നു. അതിലെ സോറി പറഞ്ഞ് തടിതപ്പുന്നു. ക്വാളിറ്റി ഓഫീസിലേക്ക് ജ്യൂസുമായി കമ്പനി ഉടമകൾ. ആര്യന്റെ 2 ജ്യൂസുകൾ അനുമോൾ സാബുമാനും അപ്രൂവ് ചെയ്തു. അനീഷിന്റെ ജ്യൂസിന്റെ അകത്തുനിന്ന് ഒരു കുപ്പിയിൽ നിന്ന് അവർക്കൊരു ചെറിയ മുട്ടി കിട്ടി. അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം റിജക്ട് ചെയ്തു. ഷാനവാസിനെയും ഓൾറെഡി റിജക്ട് ചെയ്തു. എല്ലാ കുപ്പികളും റിജക്ട് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രകോപിതനായ അനീഷ് അവിടെയുള്ള കുപ്പികളെല്ലാം തട്ടിമറിച്ചിട്ട് നിലത്തെറിഞ്ഞ് പൊട്ടിക്കുന്നു. ചിലത് ചവിട്ടി പൊട്ടിക്കുന്നുണ്ട്. നൂറയൊക്കെ അനീഷിനെ ഫുഡ് റെസ്പെക്ട് ഇല്ലാത്ത ആളെന്ന് പറഞ്ഞ് പ്രകോപിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ആര്യൻ ഒരു മണ്ടത്തരം കാണിച്ചു. സെലക്ട് ചെയ്ത 2 ബോട്ടിലുകൾ ജയിലിൽ കിടക്കുന്ന നിവിന് കൊണ്ടേ കൊടുത്തു. നിവിൻ അത് കുടിച്ച് തീർക്കുകയും ചെയ്തു. നിവിനും ജിഷിനും. പിന്നീട് അപ്രൂവ് ചെയ്ത 2 ബോട്ടിലുകൾ കമ്പനി ഉടമകൾക്ക് തിരിച്ചു കൊടുക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടപ്പോൾ അപ്രൂവ് ചെയ്ത ബോട്ടിലുകൾ ഇല്ലാത്തതുകൊണ്ട് ടാസ്ക് ക്യാൻസലായി. അനീഷ് മൂലമാണ് ടാസ്ക് കുളമായതെന്ന് ലക്ഷ്മി അനീഷിനോട്. ഷാനവാസിനോട് അടുക്കളയിൽ സ്പൂൺ ഉപയോഗിക്കാതെ കൈ മാത്രം ഉപയോഗിച്ചിട്ടാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഷാനവാസിനെതിരെ. വെസൽ ടീം ക്യാപ്റ്റനായ അനീഷ് എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത ആദില ക്യാപ്റ്റനായപ്പോൾ അവൾ പറയുന്നതെല്ലാം തന്നെ അനീഷ് അനുസരിക്കുന്നുണ്ടായിരുന്നു. ഒട്ടും റെസ്പെക്റ്റ് ഇല്ലായ്മ. വളരെയധികം ടോക്സിക്കാണ് ആദില. രാവിലെയും ഉച്ചയ്ക്കും ഓൾട്ടർനേറ്റീവായിട്ടാണ് മാറിയാണ് പാത്രം കഴുകേണ്ടത്. എന്നാൽ രാവിലെ മാത്രമേ താൻ പാത്രം കഴുകൂ എന്ന് ആദില. ഗ്രൂപ്പ് മീറ്റിംഗിൽ ഓൾട്ടർനേറ്റീവായിട്ടാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതെന്ന് അനീഷ്. എന്നെ വിശ്വാസമില്ലെങ്കിൽ ജിസൈലിനോടും ജിഷിനോടും ചോദിക്കാൻ അനീഷ്. ഉച്ചയ്ക്കാണ് പാത്രങ്ങൾ കഴുകാൻ കൂടുതൽ. അതാണ് ആദിലയുടെ പ്രശ്നം. പിന്നെ അനീഷിന്റെ അടുത്ത് താഴ്ന്നു കൊടുക്കാനും പാടില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാമോ? നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യാമോ?